നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആരുടെ അടുത്തുനിന്നെങ്കിലും സമ്മാനങ്ങൾ ലഭിച്ചിട്ടുണ്ടോ? ഉണ്ടാവാം, ഇല്ലാതിരിക്കാമല്ലേ. എന്നാൽ ഒരുപാട് സമ്മാനങ്ങൾ ലഭിച്ച വ്യക്തികളും ഉണ്ടാകും. ജീവിതത്തിൽ തീരെ ഒരു സമ്മാനവും ലഭിക്കാത്തവരുമുണ്ടാകും. എന്നാൽ സമ്മാനം ലഭിക്കുന്നവരോടും ഇനി നിങ്ങൾക്ക് ആരെങ്കിലും സമ്മാനം തരികയാണെങ്കിലും അവരുടെ ആ സമ്മാനത്തിനെ നാം ഒരിക്കലും ചെറുതായി കാണരുത്. അവരുടെ മുന്നിൽ വെച്ചുകൊണ്ട്, മറ്റുള്ളവരുടെ മുന്നിൽ വെച്ചുകൊണ്ട് അവനെ ചെറുതാക്കുകയും ചെയ്യരുത്. അതല്ലെങ്കിൽ ഇവൻ നമുക്ക് തന്ന സമ്മാനം മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ ഇടയിൽ ഇവൻ ചെറുതായി പോകും, അല്ലെ അപമാനിതനായി പോകുമെന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് അവൻ തന്ന സമ്മാനം കാണിച്ചു കൊടുക്കുകയും ചെയ്യരുത്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജീവിതത്തില് നമുക്കതിന് വലിയൊരു ഉദാഹരണം കാണാൻ കഴിയും. മുത്തുനബിക്ക് നിത്യമായി സമ്മാനം കൊടുക്കുന്ന ഒരു സ്വഹാബിയുണ്ട്. ഒരു ദിവസം ആ സ്വഹാബി മുത്തുനബിക്ക് സമ്മാനവുമായി വന്നത് കുറച്ച് മുന്തിരിയുമായിട്ടാണ്. മുത്തുനബി ഇങ്ങനെ ആ മുന്തിരി വാങ്ങിയിട്ട് വളരെ ആസ്വദിച്ചുകൊണ്ട് മുന്തിരി ഇങ്ങനെ കഴിക്കുകയാണ്. ഇത് മുന്തിരി കൊടുത്ത ആ സ്വഹാബി ഇത് കണ്ടപ്പോൾ അദ്ദേഹത്തിന്റെ മനസ്സിന് വല്ലാത്ത സന്തോഷമായി, മുഖത്ത് ആ സന്തോഷം പ്രകടമായിരുന്നു. അങ്ങനെ ആ മുന്തിരി കൊടുത്ത സ്വഹാബി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോ കൂടെ ഉണ്ടായിരുന്ന സ്വഹാബത്തുൽ കിറാം റളിയല്ലാഹു അൻഹും മുത്തുനബിയോട് ചോദിച്ചു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങളുടെ പതിവ് ഇതല്ലല്ലോ, എല്ലാവർക്കും വീതിച്ച് നൽകുകയാണല്ലോ ഹബീബെ അങ്ങയുടെ പതിവ്. എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ മുന്തിരി ഒരാൾക്കും തരാതെ സ്വന്തമായി കഴിച്ചതെന്ന് മുത്തുനബിയോട് ചോദിക്കുമ്പോ അവിടുന്ന് മുത്തുനബി സ്വഹാബത്തുൽ കിറാമിനോട് പറഞ്ഞത്, സ്വഹാബ, ഈ മുന്തിരിക്ക് വല്ലാത്ത പുളിപ്പാണുള്ളത്. ഞാൻ ഭക്ഷിക്കുന്ന സമയത്ത് ആ സ്വഹാബിയുടെ മുന്നിൽ വെച്ചുകൊണ്ട് നിങ്ങളിൽ നിന്ന് ആർക്കെങ്കിലും ഒരാൾക്ക് ഇത് തന്ന് നിങ്ങൾ ഭക്ഷിക്കുമ്പോ ഇതിന് പുളിപ്പാണ്, മധുരമില്ലല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്വഹാബിയുടെ മനസ്സിന് വേദനിക്കില്ലേ എന്നതോർത്തുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് തരാതിരുന്നത് എന്ന് മുത്തുനബി അവിടെ നിന്ന് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരു പാഠമുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് കിട്ടുന്ന സമ്മാനങ്ങൾ അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുമ്പോൾ സമ്മാനം തന്ന വ്യക്തി അപമാനിതനാവാൻ കാരണമാണെങ്കിൽ നാം അതൊരാൾക്കും കാണിച്ചു കൊടുക്കാതിരിക്കാൻ വേണ്ടി ശ്രമിക്കണം. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന വലിയൊരു മെസ്സേജാണ് മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. നമ്മുടെ ജീവിതത്തിൽ നാം പ്രാവർത്തികമാക്കുക. അല്ലാഹു തആല നമ്മെ നന്നാക്കി തരുമാറാകട്ടെ. വീഡിയോക്ക് ഒരു ലൈക്ക് ചെയ്തുകൊണ്ട് എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം. സ്നേഹത്തോടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.